നമസ്കാരം. ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് PHP ഓൺലൈൻ ട്യൂട്ടോറിയലാണ്. അതായത് PHP MySQL ഡേറ്റാബേസ് കണക്ടിവിറ്റി. PHP എന്ന് പറയുന്നത് മെയിനായിട്ടും ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. അത് നമ്മൾ സെർവർ സൈഡ് യൂസ് ചെയ്യുന്നതാണ്. ഇനി HTML ആണ് നമ്മൾ അതിൻ്റെ ക്ലയൻറ്റ് കമ്പ്യൂട്ടറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് PHP MySQL തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാം സെർവർ, വാം സെർവർ, ലെംപ് അങ്ങനെ പല സെർവറുകളുണ്ട്. നമ്മൾ വാം സെർവറും എക്സാമ്പുമാണ് വിൻഡോസിന് യൂസ് ചെയ്യാറ്. പിന്നെ മാംബ് എന്ന് പറയുന്നത് മാക്കിനും ലാംബ് എന്ന് പറയുന്നത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് യൂസ് ചെയ്യും. നമുക്ക് എക്സാം സെർവർ ആദ്യം ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. അത് സിമ്പിളായിട്ട് നമുക്ക് അപ്പാച്ചി friends.org എന്ന് പറഞ്ഞ സൈറ്റിൽ ജസ്റ്റ് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഒരു 146 MB സൈസ് വരുന്നൊരു ഫയലാണ്. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ ആയത് 7.3. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം സിമ്പിളായിട്ട്. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് അതൊന്ന് കണക്ട് ചെയ്യണം. അതിന് ജസ്റ്റ് അപ്പാച്ചിയും MySQLും ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതിൻ്റെ അഡ്മിനിലേക്ക് കയറുമ്പോൾ നമുക്ക് അതിൻ്റെ പ്ലാറ്റ്ഫോം കാണാൻ പറ്റും. MySQLിൻ്റെ നമ്മളിവിടെ ജസ്റ്റ് എക്സാമ്പിളിനകത്ത് അഡ്മിനിൽ പോകുമ്പോഴത്തേനും നമുക്കവിടെ ഇത് കാണാൻ പറ്റും. അതിൻ്റെ PHP MyAdminൻ്റെ പ്ലാറ്റ്ഫോം കാണാൻ പറ്റും. നമ്മളിവിടെ PHP MyAdmin എടുത്താണ് നമ്മൾ ഡേറ്റാബേസെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് PHP MyAdmin വെച്ചാണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് PHP. അതിനകത്ത് നമ്മൾ ന്യൂ എന്ന് കൊടുക്കുക. ഇവിടെ ജസ്റ്റ് ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് ഡേറ്റാബേസ് നെയിം കൊടുക്കാൻ പറ്റും. ജസ്റ്റ് ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക. DB_ എന്തെങ്കിലും ഒരു എംപ്ലോയി എന്ന് കൊടുക്കുക. ജസ്റ്റ് നമ്മളൊരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് കൊടുക്കുക. ജസ്റ്റ് ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നോ ടേബിൾസ് ഫൗണ്ട് ഇൻ ഡേറ്റാബേസ്. അത് കുഴപ്പമില്ല. ജസ്റ്റ് നമ്മൾ ഇപ്പം നമുക്ക് കണക്ഷന് വേണ്ടി മാത്രം ആയതുകൊണ്ട് കുഴപ്പമില്ല. ടേബിളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൊടുത്താൽ മതി. നമ്മൾ ജസ്റ്റ് db.php എന്ന് പറയുന്നൊരു ഫയൽ ജസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ബ്രാക്കറ്റ്സ് ആണ്. ബ്രാക്കറ്റ്സോ നമുക്ക് എന്ത് വേണം യൂസ് ചെയ്യാം. ബ്രാക്കറ്റ്സോ സബ്ലൈമോ ഡ്രീം വീവറോ എന്ത് വേണം യൂസ് ചെയ്യാം. ജസ്റ്റ് ഇപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ബ്രാക്കറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഫയൽ ന്യൂ കൊടുക്കുക. എന്നിട്ട് ഒരു ജസ്റ്റ് ഒരു PHP പേജ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പം ഞാൻ ഓൾറെഡി ഒരു db.php എന്ന് പറഞ്ഞ സാധനം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു. അതായത് ഇവിടെ നമ്മൾ ജസ്റ്റ് PHP എന്ന് പറഞ്ഞാൽ PHP ടാഗിനുള്ളിൽ PHP കോഡ് ചെയ്താൽ PHP ടാഗിനുള്ളിൽ ഞാൻ ജസ്റ്റ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. .con എന്ന് പറയുന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിനകത്തൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. MySQLi. ഇതൊരു പ്രീഡിഫൈൻഡ് ഫംഗ്ഷനാണ് MySQLi. അതായത് നമ്മുടെ ഡേറ്റാബേസ് കണക്ടിവിറ്റിക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് പ്രീഡിഫൈൻഡ്. ഇങ്ങനെ കുറേ ഫംഗ്ഷൻസ് ഉണ്ട്. അതിലൊരു ഫംഗ്ഷനാണ് MySQLi _connect എന്ന് പറയുന്നത്. അത് പ്രീഡിഫൈൻഡ് 4 പാരാമീറ്റേഴ്സ് ഉള്ളത്. അതിന് മുന്നായിട്ട് ഞാൻ ജസ്റ്റ് സേവ് ചെയ്ത് കാണിച്ചു തരാം. ഫയൽ സേവ് കൊടുക്കുക. ഫയൽ സേവസ് കൊടുക്കുക. ഇത് സേവ് ചെയ്യേണ്ടത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് സ്ഥലത്താണ് നമ്മുടെ എക്സാമ്പ്, അതായത് നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന എക്സാമ്പ്, ആ എക്സാമ്പ് ഏത് ഫയലാണ് നമ്മൾ സേവ് ചെയ്തേക്കുന്നത്, ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്, ആ ഫയലിലായിരിക്കണം നമ്മൾ ഇത് സേവ് ചെയ്യേണ്ടത്. ഇപ്പം ഞാനിപ്പോൾ സേവ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡ്രൈവ് Fലാണ്. അതിൽ എക്സാമ്പ് കിടക്കുന്നു. അപ്പം എക്സാമ്പിനകത്താണെങ്കിൽ HDDocs എന്ന് പറയുന്നൊരു ഫോൾഡറിനകത്തായിരിക്കും. HDDocs എന്ന് പറയുന്ന ഫോൾഡറിനകത്തായിരിക്കും നമ്മുടെ വർക്ക് ചെയ്യുന്ന PHP കിടക്കുക, PHP ഫയൽസ് കിടക്കുക. നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ നേരെ ബ്രൗസറിലേക്ക് റൺ ചെയ്യുക. അപ്പം HDDocs എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇടാനായിട്ട്. ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു. ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ എന്ന് പറയുന്നൊരു ഫോൾഡർ ജസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു, കുഴപ്പമില്ല. ജസ്റ്റ് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. ഞാൻ ജസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഫോൾഡറിലേക്ക് ഞാൻ ജസ്റ്റ് db.php എന്ന് പറയുന്നത് സേവ് കൊടുക്കുക. അപ്പം അതിലേക്ക് സേവ് ആയിട്ടുണ്ട്. ഇതൊരു ഫംഗ്ഷനാണ്. അപ്പം ജസ്റ്റ് ഫംഗ്ഷൻ കറക്റ്റ് ആണോ നമുക്ക് ചെക്ക് ചെയ്യാൻ ജസ്റ്റ് നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ ഇത് ബ്ലൂ കളറിൽ വരുവാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കും. പിന്നെ അതിനകത്ത് വരുന്ന 4 പാരാമീറ്റേഴ്സ് ആണ്. ഈ MySQL കണക്ട് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് 4 പാരാമീറ്റേഴ്സ് ആണ്. അതായത് ഒന്ന് ലോക്കൽ ഹോസ്റ്റ്, രണ്ടാമത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് റൂട്ട്. അതായത് എക്സാമ്പ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഇത് കോമൺ ആണ്, ലോക്കൽ ഹോസ്റ്റിന് റൂട്ടും. മൂന്നാമത് വരുന്നത് പാസ്വേഡാണ്. പാസ്വേഡ് നള്ള, പാസ്വേഡിലൊന്നും കൊടുക്കേണ്ടതില്ല.
നാലാമത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റാബേസ്. നമ്മൾ എന്ത് ഡേറ്റാബേസാണ് ഇവിടെ ഉണ്ടാക്കിയത്? അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടാക്കിയ ഡേറ്റാബേസ് എന്ന് പറയുന്നത് DB എംപ്ലോയി എന്ന് പറയുന്നൊരു ഡേറ്റാബേസ് നമ്മളിവിടെ ഉണ്ടാക്കിയത്. അപ്പം എംപ്ലോയി എന്ന് പറയുന്ന ഡേറ്റാബേസ് അത് നമ്മൾ എടുത്തു കൊടുക്കുക. DB_എംപ്ലോയി, ജസ്റ്റ് DB_എംപ്ലോയി നമ്മളൊരു സെമിക്കോളൻ ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഈ ഒരു ലൈൻ മാത്രമാണ് ആകെയുള്ളത്. ഈ ഒരു ലൈനിനകത്താണ് നമ്മുടെ കറക്റ്റ് കോഡുള്ളത്. അതായത് ഈ 4 പാരാമീറ്റേഴ്സ് ആണ് നമുക്ക് മെയിനായിട്ടുള്ളത്. അതിനകത്ത് 4 ശ്രദ്ധിച്ചാൽ മാത്രം മതി. പിന്നെ നമ്മുടെ ഡേറ്റാബേസ് നെയിം DB_എംപ്ലോയി, അത് നമ്മൾ എന്ത് ഡേറ്റാബേസിന് റേറ്റ് ചെയ്ത് കൊടുക്കുക. ഇതാണ് മെയിൻ ഫംഗ്ഷൻ. ഇത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാനുള്ള ഒരു ചെറിയൊരു ഈഫ് കണ്ടീഷനാണ് കൊടുക്കുക. ഈഫ് കണക്ഷൻ ശരിയാണെന്നുണ്ടെങ്കിൽ എക്കോ അടിക്കുക, സക്സസ് കൊടുക്കുക. ജസ്റ്റ് ഒരു എൽസ് കേസ് കൂടെ കൊടുത്തേക്കുക. ഈവൻ ഇനി ഫെയിൽ ആകുവാണെന്നുണ്ടെങ്കിൽ ഫെയിലിന് ജസ്റ്റ് കൊടുക്കുക, ഒരു സെമിക്കോളനോടെ. ഇതാണ് നമ്മുടെ കണക്ഷൻ കോഡ്. ഇത്രയേ ഉള്ളൂ ആകെ. അപ്പം ഈ DB.php എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഒരു ഫയൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കത് എവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇതൊരു ഊപ്സ് കൺസെപ്റ്റ് വെച്ചിട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തേക്കാണ് ഇവിടെ. അപ്പോൾ ഇതെല്ലാം പാരാമീറ്റർലെസ് കൺസ്ട്രക്റ്റേഴ്സ് ആണ്. നമുക്ക് ഇങ്ങനെ ഒന്ന് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഈ കോഡ് എന്ന് പറയുന്ന സാധനം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇത് സെപ്പറേറ്റ് ആയിട്ട് ഓരോ പേജിലും ഇനി നമുക്ക് കണക്ഷൻ കോഡ് എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് നമുക്കിത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ബ്രൗസറിലേക്ക് പോവാം. ജസ്റ്റ് ബ്രൗസറിലേക്ക് കയറിയിട്ട് ലോക്കൽ ഹോസ്റ്റ് ടൈപ്പ് ചെയ്യുക. ലോക്കൽ ഹോസ്റ്റിന് ടൈപ്പ് ചെയ്തു, സ്ലാഷ് അടിക്കുക. ഒരു ലോക്കൽ ഹോസ്റ്റിനകത്ത് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിനകത്ത്, അതായത് HDDocs എന്ന് പറഞ്ഞ ഫോൾഡറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. HDDocsനകത്ത് നമ്മൾ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ടെസ്റ്റ് എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ് നമ്മുടെ DB കിടക്കുന്നത്. അപ്പം അതായത് ടെസ്റ്റ് എന്ന് പറയുന്ന ഫോൾഡർ നെക്സ്റ്റ് ആയിട്ട് കൊടുക്കുക. ലോക്കൽ ഹോസ്റ്റ് /ടെസ്റ്റ് കൊടുക്കുക. ഒരു സ്ലാഷ് ഇട്ടിട്ട് നമ്മൾ DB.php നമ്മുടെ ഫയലിൽ വരും. DB.php, അതായത് ടെസ്റ്റ് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് DB.php എന്നുള്ള സാധനം ഉണ്ട്. ജസ്റ്റ് ഒന്ന് റൺ ചെയ്യുക. അതായത് എല്ലാം റൺ ചെയ്യണമെങ്കിൽ ലോക്കൽ ഹോസ്റ്റ് കൊടുക്കണം. അതായത് എക്സാം ആണ്, ജസ്റ്റ് ലോക്കൽ ഹോസ്റ്റ് മാത്രം കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് റൺ ചെയ്യുക. നമ്മൾ സക്സസ് പ്രിന്റ് ചെയ്യും. അതായത് നമ്മൾ DBയും PHPയും തമ്മിൽ കണക്റ്റഡ് ആയിട്ടുള്ള സംഭവമാണ് ഇത് കാണിക്കുന്നത്. അതായത് ജസ്റ്റ് നമ്മൾ PHPയും DBയും കണക്റ്റഡ് ആയി. അപ്പം നമ്മൾ കണക്ഷൻ സക്സസ് ആയതുകൊണ്ട് സക്സസ് എന്ന് പ്രിന്റ് ചെയ്തു, ഇല്ലെങ്കിൽ ഫെയിൽ എന്ന് പ്രിന്റ് ചെയ്തു. DB നമ്മുടെ ഡേറ്റാബേസിന്റെ പേര് DB.employee. അപ്പം ഇതാണ് ജസ്റ്റ് ഒരു ഡേറ്റാബേസ് എങ്ങനെ കണക്ട് ചെയ്യുന്നുള്ളത്. ഇനി നെക്സ്റ്റ് അടുത്ത സെക്ഷനിൽ ഞാൻ ലോഗിൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ ജസ്റ്റ് ലോഗിൻ. അപ്പം അത് ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഈ കണക്ഷൻ കോഡ് നമ്മൾ ഇനി എഴുതേണ്ട കാര്യമില്ല. ജസ്റ്റ് ഈ വേരിയബിൾ അങ്ങോട്ടൊന്ന് കോൾ ചെയ്താൽ മാത്രം മതി. അത് ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്താൽ മാത്രം മതി. അത് ജസ്റ്റ് വലിയ കാര്യമായിട്ടൊന്നുമില്ല. അപ്പം ജസ്റ്റ് ലോഗിൻ പേജ് ഞാൻ നെക്സ്റ്റ് ഇതിൽ കാണിച്ചു.